നമസ്കാരം. കൃഷ്ണൻകുട്ടി മുക്കം മുത്താലം, കൂടെ ശ്രീജാമ്മയുടെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് താഴെ തിരുവമ്പാടിയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ വന്നിരുന്നു നമ്മുടെ ഒരു ആമവാദത്തെ പറ്റിയുള്ളൊരു ചികിത്സയെ പറ്റി. അപ്പോൾ ഇന്ന് അവരെ വീട്ടിലാണുള്ളത്, മൈമൂന മാഡത്തിൻ്റെ വീട്ടിലാണ്. ഒരു 20 വർഷം മുമ്പേ അവർക്ക് ഉള്ളൊരു രോഗമായിരുന്നു ഈ ആമവാദം എന്ന് പറഞ്ഞത്. അത് ഡോക്ടർമാർ ചികിത്സ അന്ന് തുടങ്ങിയതാണ്. 1 വർഷം മുമ്പേ അവർ ചികിത്സ തുടങ്ങി. ഒരുപാട് ഹോസ്പിറ്റലിൽ, അതായത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ഇനി ഒരു ഹോസ്പിറ്റൽ കാണിക്കാനില്ല എന്നുള്ളതാണ് അവരെ ഉപ്പ നമ്മളോട് പറഞ്ഞൊരു കാര്യം. അന്ന് ഞങ്ങൾ വന്ന് കാണുന്ന ഒരവസ്ഥയിൽ ബെഡിൽ ഫുൾ റെസ്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. എണീക്കാനോ ഇരിക്കാനോ നടക്കാനോ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. എന്നാൽ 20 വർഷം കൊണ്ട് അവർ ഇംഗ്ലീഷ് പ്രൊഡക്റ്റ് കഴിച്ചതും അതേപോലെ തന്നെ ക്യാഷ് ഒരു മാസത്തിൽ ഒരു 10-50,000 രൂപയോളം അവർക്ക് ചിലവ് വന്നുകൊണ്ട് പോകുന്നൊരവസ്ഥയിലായിരുന്നു. ഒരു പാവപ്പെട്ട കുടുംബമാണ്. എങ്ങനെയാണ് അവരൊക്കെ ആ ഒരു സിസ്റ്റം വന്നതെന്ന് അറിയില്ല. അതേപോലെ ക്യാഷൊക്കെ തിരിച്ചുമറി ചെയ്തതെന്ന് നമുക്കറിയില്ല. ഏതായാലും ആരോ ഒരു നമ്പർ കൊടുത്തു. ആ നമ്പർ പ്രകാരം നമ്മളൊന്ന് ബന്ധപ്പെടുകയും ഞാനും ശ്രീജ മേഡം, വിനോദ് സാർ എന്നിവരൊക്കെ കൂടെ നമ്മൾ ഈ ഒരു വീട്ടിൽ വന്ന് ഈ മേഡത്തിനെ കാണുകയും ആ കണ്ട അവസ്ഥയിൽ ആ മേഡനോട് പറഞ്ഞൊരു കാര്യമുള്ളൂ, എനിക്ക് മരിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരീന്ന്. അത് കാരണം അത്ര അസഹനീയമായ വേദനയാണ് ഈ ആമവാദ വിഷയത്തിന് ഉണ്ടാവുക. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പ്രാർത്ഥനയോട് കൂടി നമ്മൾ പ്രൊഡക്റ്റ് തുടങ്ങണമെന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന പോലെ തന്നെ അവരെ മകളായ ഫാത്തിമ ഫിദ എന്ന മകളും കൂടെ വളരെ ശ്രദ്ധയോട് കൂടെ ഈ ഉപ്പയും മകളും വളരെ ശ്രദ്ധയോട് കൂടെ ഉമ്മേനെ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്തു നോക്കി. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രൊഡക്റ്റ് ഓരോന്നായിട്ട് ഏതൊക്കെ എന്നുള്ള കോമ്പിനേഷൻ പ്രകാരം നമ്മൾ കൊടുക്കുകയും ചെയ്തു. ഏതായാലും 4 മാസം ആയി കഴിഞ്ഞു. ഈ 4 മാസം കൊണ്ട് അവരെ നമ്മൾ ചെറിയ ജോലികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ അടുക്കളയിലേക്ക് മകളെപ്പം വിടാനുള്ളൊരു അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമ്മളെ പ്രൊഡക്റ്റും അതേപോലെ തന്നെ നമ്മളെ ഈ കമ്പനിയോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഞാൻ അന്ന് വീഡിയോയിൽ വന്ന് പറഞ്ഞിരുന്നു, ഗ്രൂപ്പിൽ എല്ലാവരും ഒരു പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും നല്ലൊരു പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുത്തത്. ഇന്നും ഞങ്ങൾ അടുത്ത സ്റ്റേജിലായിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നത്. ഏതായാലും നമ്മൾക്ക് അവരോട് തന്നെ, ഇവരെ ഉപ്പുണ്ട് ഇവിടെ, ഉപ്പേനോട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഞങ്ങൾ മാർക്ക് ഇത്രയും കാലമായി നോക്കൽ തുടങ്ങിയിട്ട്, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കോളേജിലായി എൻ്റെ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുന്നു. പിന്നെയാണ് സാറിനെ ഒരു കണ്ടുമുട്ടിയിട്ട് സാറിൻ്റെ മരുന്നോടൊപ്പം കുറച്ച് കുറവുള്ളത്. ഇപ്പം നീച്ച അകത്തു കൂടെ ഒക്കെ മടക്കും മറ്റു 2-3 നാൾ താങ്ങാൻ വേണ്ടിയിരുന്നു. കടമാനം പൈസ കഴിക്കണം. ഇപ്പോൾ കുറച്ച് സമ്മാനമുണ്ട്. ഇപ്പോൾ 4 മാസം കഴിഞ്ഞ് 5-ാമത്തെ മാസം വല്ലപ്പോൾ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഇതിലങ്ങനെ പോവുകയാണ്. ഓക്കെ കേട്ടല്ലോ. അപ്പോൾ അവരെ ഉപ്പയാണ് സംസാരിച്ചത്. അവർ മരുന്ന് എന്നാണ് പറയുക, പക്ഷേ ഫുഡ് സപ്ലിമെൻ്റ് ആണ്. അവരെ പ്രായമുള്ള ആളല്ലേ, അവർക്കൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ മരുന്നായിരിക്കും തോന്നുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫുഡ് സപ്ലിമെൻ്റ് ആണ്. ഈ ഫുഡ് സപ്ലിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർക്ക് ഇത്രയും മാറ്റങ്ങൾ വന്നത്. ഏതായാലും കുടുംബത്തിന് വളരെ സന്തോഷത്തിലാണ്. 10-20 വർഷമായിട്ട് ഉറങ്ങാൻ കഴിയാത്തൊരു മേഡം നമ്മൾ പ്രൊഡക്റ്റ് ഒരു മാസം കഴിച്ചതിന് ഫലമായിട്ട് തന്നെ 5 ദിവസം കണ്ടിന്യൂ ആയിട്ട് ഉറങ്ങി എന്നുള്ളൊരു വിവരമാണ് ഫസ്റ്റ് കിട്ടിയത്. അതിന് ശേഷം ഇപ്പോൾ 4 മാസത്തോളമായിട്ട് ഒരു കുഴപ്പമില്ല. സാധാരണ ഒരാളെപ്പോലെ അത്യാവശ്യം ചെറു കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് മകളെ സഹായിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു സന്തോഷമായിട്ടാണ് ഇവർ മുന്നോട്ട് പോണത്. ഏതായാലും നല്ല വിജയത്തിലേക്ക് എത്തട്ടെ. ഇനിയും ഒരുപാട് അസുഖം മാറി നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.